പടിഞ്ഞാറ്റുംമുറി കടക്കോട്ടുകാവ് മുടപ്പില തൃക്കോവിൽ ക്ഷേത്രത്തിലെ കരിങ്കാളി ദേവിയുടെ പ്രതിഷ്ഠാദിനവും കരിങ്കാളിയമ്മയ്ക്ക് പാലും വെള്ളരി സമർപ്പണവും നടന്നു. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ ഡോക്ടർ മൊടപ്പിലാപ്പള്ളി പരമേശ്വരൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത്. മലപ്പുറം ജില്ലയിലെ പടിഞ്ഞാറ്റുമുറി കടക്കോട്ടുകാവ് വളരെയേറെ പ്രസിദ്ധിയാർജിച്ച ഒരു ക്ഷേത്രമാണിത്. മൊടപ്പിലാപ്പള്ളി മന ഇല്ലക്കാരുടെ ക്ഷേത്രമാണ്. അവിടെ ഈ കടക്കോട്ടുകാവിൽ തുല്യപ്രധാനമായിട്ട്, അതായത് ഭഗവതിയും അയ്യപ്പനും ഗണപതിയും ഉള്ളപ്പോൾ തുല്യപ്രധാനമായിട്ട് കരിങ്കാളി എന്ന ഭഗവതി കുടികൊള്ളുന്നു. പണ്ടുകാലത്ത് സാമൂതിരിയുടെ നാട്ടിൽ നിന്ന്, കോഴിക്കോട് ഭാഗങ്ങളിൽ നിന്ന് ഇവിടേക്ക് താമസം മാറ്റി വന്ന ഇടപ്പള്ളി തറവാട്ടുകാർ ഈ പ്രദേശത്തേക്ക് വന്നപ്പോൾ മൊടപ്പിലാപ്പള്ളി മന ഇല്ലക്കാർ അവരുടെ ഇല്ലത്തെ സ്ഥലത്ത് കരിങ്കാളി ക്ഷേത്രം നിർമ്മിക്കുവാൻ സ്ഥലം കൊടുക്കുകയും അങ്ങനെ അവരുടെ ഉപാസനാമൂർത്തിയായ കരിങ്കാളിയെ ഇവിടെ കൊണ്ടുവന്ന് ഇരുത്തുകയും ചെയ്തു. അവിടെ വിശേഷങ്ങൾ നടക്കുമ്പോഴൊക്കെ ഇടപ്പള്ളി തറവാട്ടിലെ ഈ ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലുള്ള ഇടപ്പള്ളി തറവാട്ടുകാരും കുടുംബാദികളും അവരുടെ ബന്ധുജനങ്ങളൊക്കെ പങ്കെടുക്കാറുണ്ട്. അങ്ങനെ കുറച്ച് കാലങ്ങളായിട്ട് ഈ കരിങ്കാളി ക്ഷേത്രം വളരെ ജീർണതയിലിരിക്കുന്ന സമയത്ത് അത് പൊളിച്ചു പണിത് വളരെ ഭംഗിയായിട്ട് പുനർനിർമ്മിക്കുകയും വളരെ ഭംഗിയായിട്ട് പുനഃപ്രതിഷ്ഠ പോലെയുള്ള ചടങ്ങുകൾ നടത്തുകയും അങ്ങനെ കഴിഞ്ഞ കൊല്ലാണ് അതൊക്കെ നടന്നത്. ഒരു കൊല്ലം കഴിഞ്ഞപ്പോൾ ഈ പ്രതിഷ്ഠാദിനം വളരെ വിപുലമായ രീതിയിൽ 2024 ജൂൺ 13-14 തീയതികളിലായിട്ട്, അതായത് 1199 ഇടവം 30-31 തീയതികളിലായിട്ട് വളരെ വിപുലമായിട്ട് ആഘോഷിച്ചു. ധാരാളം ഭക്തജനങ്ങൾ പങ്കെടുത്തു. ഈ കരിങ്കാളി എന്ന് പറയുന്ന ദേവതാവിശേഷം പ്രത്യേകിച്ച് മലപ്പുറം, കോഴിക്കോടിൻ്റെ കുറച്ചു ഭാഗങ്ങൾ അങ്ങനെയൊക്കെ ആയിട്ട്, കോഴിക്കോടൻ ജില്ലയുടെ മുഴുവനില്ല, മലപ്പുറം ജില്ല മുഴുവനായിട്ട് പറയാം, പഴയ ഏറനാടിൻ്റെ ഭാഗങ്ങളിലെ ഉള്ള ഒരു പ്രധാന ദേവതാമൂർത്തിയാണ്. സാമൂതിരിയുടെ ആൾക്കാരുമായിട്ട്, സാമൂതിരിയുടെ പ്രധാന സേവകരായിട്ടുള്ള ഒരു വിഭാഗം ഭക്തരുടെ പ്രധാന മൂർത്തി കൂടിയാണ്. അവിടെ പ്രധാനമായിട്ടുള്ള ഒരു ഉത്സവം എന്ന് പറയുന്നത് ഈ പ്രതിഷ്ഠാദിനത്തിൻ്റെ അന്ന് നടത്തപ്പെട്ടത് താന്ത്രിക ചടങ്ങുകൾ, വിവിധ തന്ത്രിയുടെ നേതൃത്വത്തിൽ വിവിധ താന്ത്രിക ചടങ്ങുകൾ നടത്തപ്പെട്ടു. നവകം, പഞ്ചഗവ്യം, ശുദ്ധികലശം പോലെയുള്ള, ഗുരുതി പോലെയുള്ള ചടങ്ങുകൾ നടത്തപ്പെട്ടു. അതിനോടൊപ്പം തന്നെ പാലും വെള്ളരി, കരിങ്കാളിക്ക് ഏറ്റവും പ്രധാനപ്പെട്ടൊരു വിശേഷ ചടങ്ങാണ് പാലും വെള്ളരി. ഈ പാലും വെള്ളരി വെളിച്ചപ്പാട് കോമരങ്ങളാണ് വന്നിട്ട് നടത്തുക. സാധാരണ താന്ത്രിക ക്രിയകളിലൂടെ ഉള്ള ഒരു പൂജകളുടെ സംവിധാനങ്ങൾ ആണ് അവരുടേതായിട്ട് സമ്പ്രദായങ്ങൾ. വെളിച്ചപ്പാടിന്റെ സമ്പ്രദായത്തിൽ, അതായത് ഈ താന്ത്രിക ചടങ്ങുകളിലെ ബ്രാഹ്മണര് അല്ലെങ്കിൽ താന്ത്രിക ക്രിയകൾ ചെയ്യുമ്പോൾ അതിലെ മന്ത്രങ്ങൾക്ക് പ്രാധാന്യമുണ്ട്. മുദ്രകൾക്കാണ് പ്രധാനം. എന്നാൽ വെളിച്ചപ്പാടിന്റെ ഇത്തരം പാലുമള്ളരി ചടങ്ങുകളിലെ പൂജകളുണ്ട്. ഇടപൂജയുണ്ട്, മൂർത്തിപൂജയുണ്ട്, പ്രസന്ന പൂജയുണ്ട്, ഗുരുതിയുണ്ട്, നിവേദ്യങ്ങളുണ്ട്. അതിലൊക്കെ നൃത്തത്തിനാണ് പ്രധാനം. ഈ മന്ത്രങ്ങൾ അവർ ഉപയോഗിക്കണില്ല. അത് നൃത്തത്തിന് പ്രാധാന്യം ആയിക്കൊണ്ടുള്ള ചടങ്ങുകളാണ്. അത് വളരെ ഭംഗിയായിട്ട് നടത്തപ്പെട്ടു. എല്ലാവിധ ഭക്തജനങ്ങളുടെയും സഹകരണം ഒക്കെ ഉണ്ടായിരുന്നു.
ധാരാളം പേര് പങ്കെടുത്തു. അന്നദാനം വരുന്നവർക്കൊക്കെ വിഭവസമൃദ്ധമായിട്ടുള്ള ഭക്ഷണം നൽകിയിരുന്നു. ആ കരിങ്കാളിയമ്മയുടെ അനുഗ്രഹം പരിപൂർണമായിട്ടും നിൽക്കുന്ന 2 ദിവസങ്ങളായിരുന്നു അത്. എല്ലാവർക്കും അതിൻ്റെ തേജസ്സും ഊർജവും അനുഗ്രഹവും കരിങ്കാളിയമ്മയുടെ അനുഗ്രഹവും എല്ലാ ഭക്തജനങ്ങൾക്കും കിട്ടുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നല്ലത് വരട്ടെ.